ഹായ് വെൽക്കം ടു അവർ ചാനൽ ലൈഫ് സൈക്കിൾ. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ജീപ്പിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലായ മെറിഡിയനാണ്. ഇന്ത്യയിൽ ഫോർച്യൂണറായിട്ടൊക്കെ ഒന്ന് ഏറ്റുമുട്ടാവുന്നൊരു വാഹനം തന്നെയാണ് മെറിഡിയൻ. ഇതിനു മുമ്പ് ഫോർഡ് എൻഡവർ ഉണ്ടായിരുന്നു. എൻഡവറിനും ഫോർച്യൂണറിനൊക്കെ ഒരു ഉത്തമ എതിരാളി തന്നെയാണ് ഈ മെറിഡിയൻ എന്ന് പറയുന്നത്. ശരിക്കും ജീപ്പ് മെറിഡിയൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമാണ് മെറിഡിയൻ. ഇതിന് പുറമെ കമാൻഡർ എന്ന പേരാണ് ഈ വാഹനത്തിന് ജീപ്പ് നൽകിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹീന്ദ്ര കമാൻഡർ എന്നൊരു വാഹനത്തിന് പേറ്റൻറ്റ് ഇന്ത്യയിലെ ജീപ്പിൻ്റെ ലൈസൻസ് വെച്ച് തന്നെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വാഹനത്തിന് ജീപ്പ് മെറിഡിയൻ എന്ന പേരിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത് 2024 മോഡൽ മെറിഡിയനാണ്. ഇപ്പോൾ 2025 മോഡൽ മെറിഡിയൻ ലോഞ്ച് ആയിട്ടുണ്ട്. ആ വാഹനത്തിൽ അഡാസ് ഫീച്ചറുകളും പിന്നെ ഒരുപാട് പുതിയ ഫീച്ചറുകളും ജീപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ 2024 മെറിഡിയനെ കുറിച്ച് പറഞ്ഞിട്ട് 2025 എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് പറയാം. ജീപ്പ് മെറിഡിയൻ്റെ 2025 മോഡൽ വന്നു കഴിഞ്ഞപ്പോൾ 2024 മോഡലിൽ നിന്നും അഡാസ് ലെവൽ 2 ഫീച്ചറുകളാണ് ഒന്ന് അധികമായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ 24 മോഡലും 25 മോഡലും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിലേക്ക് വരാം. എക്സ്റ്റീരിയർ ഡിസൈനിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ജീപ്പിൻ്റെ ആ ടിപ്പിക്കലായിട്ടുള്ള 7 സ്ലാറ്റ് ഗ്രില്ലാണ്. ഒന്ന് മോഡേൺ ആയിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ പറയാം. പിന്നെ അതിന് താഴെയായിട്ട് വലിയൊരു എയർ ഡാം കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം. ഈ കാണുന്നത് ജീപ്പിൻ്റെ ഒരു എന്താ പറയുക ലെഗസി എന്നൊക്കെ പറയാം. ഇതൊരു ഓഫ് റോഡ് പോയപ്പോൾ ഒന്ന് തട്ടിയതാണ്. നമ്മൾ ജീപ്പിൻ്റെ കസ്റ്റമേഴ്സിന് റോഡ് ടെസ്റ്റ് മാത്രമല്ല ഒരു ഓഫ് റോഡ് ടെസ്റ്റും ജീപ്പ് കൊടുക്കുന്നതിനുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇവിടെ ഈ ജീപ്പിൽ മെറിഡിയനിൽ കാണാൻ സാധിക്കും. പിന്നെ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ് ചെറോക്കിൽ കൊടുത്തിരിക്കുന്ന പോലെയുള്ള ഹെഡ്ലൈറ്റുകൾ തന്നെയാണ് നമ്മുടെ മെറിഡിയനിലും കൊടുത്തിരിക്കുന്നത്. ശരിക്കും മെറിഡിയനെ നമുക്ക് ഒരു ബേബി ഗ്രാൻഡ് ചെറോക്കി എന്നൊക്കെ പറയാം. ഗ്രാൻഡ് ചെറോക്കിയുടെ ഒരു ചെറിയ രൂപം എന്നൊക്കെ നമുക്ക് മെറിഡിയനെ പറയാം. അതേ സ്കെയിലിൽ തന്നെയാണ് ഈ ഗ്രാൻഡ് ചെറോക്കിയും വരുന്നത്. ഇനി മെറിഡിയൻ്റെ ഹെഡ് ലാമ്പിൽ ഒരു സവിശേഷതയുണ്ട്. ഒരു ജീപ്പിൻ്റെ പെർഫോമൻസ് LED ഹെഡ് ലാംപ്സ് ആണ്, ഒരു പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ കാണുന്ന ഒരു DRLs ആണ്. ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അത് ഇൻഡിക്കേറ്ററായിട്ടും വർക്ക് ചെയ്യും, അല്ലാത്ത സമയത്ത് DRL ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു സംവിധാനമാണ് ജീപ്പ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്ന കാണാം. പിന്നെ ഇവിടെ ക്രോം ഗാർണിഷുകളൊക്കെ ഇരുവശത്തായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ ഹെഡ്ലൈൻ്റെ താഴെയായിട്ടും ഗ്രില്ലിൻ്റെ താഴെയായിട്ടൊക്കെ ക്രോം ഗാർണിഷുകൾ കാണാം. ഇനി ബോണറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വളരെ വൈഡായിട്ടുള്ള അത്യാവശ്യം പവർ ബൾജുകളുള്ളൊരു ബോണറ്റാണ് ജീപ്പിനെ കൊടുത്തിരിക്കുന്നത്. അതിന് ഫ്രണ്ടിലായിട്ട് ജീപ്പ് എന്നുള്ളൊരു എംബ്ലം നമുക്ക് കാണാൻ സാധിക്കും. ഇനി മെറിഡിയൻ്റെ വശക്കാഴ്ചകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മെറിഡിയന് ഒരു 4.7 മീറ്റർ ലെങ്ത്തുള്ള വാഹനമാണ്. നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പം തന്നെ ഈ മെറിഡിയന് കാണാൻ സാധിക്കും. ഇനി ഇവൻ്റെ ടയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 18 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ബ്രിഡ്സ്റ്റോണിൻ്റെ ഓൾ സീസൺ ടയറുകളും കൊടുത്തിരിക്കുന്നു. പിന്നെ നോക്കിയേ ആ വീലാർച്ച് നോക്കിയ ഒരു സ്ക്വയറിഷ് ആയിട്ടാണ് വീലാർച്ച് കൊടുത്തിരിക്കുന്നത്. അതിൽ വീൽ ട്രാവലൊക്കെ നല്ല രീതിയിലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനം ഒരു ഓഫ് റോഡ് സ്പെക്ക് വാഹനമായതുകൊണ്ടാണ് അത് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം പവർ ലൈനുകളും കാര്യങ്ങളും കൂടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെ മെറിഡിയൻ എന്നൊരു ബാഡ്ജിങ് നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ള മെറിഡിയൻ എന്ന് പറയുന്നത് ഒരു പേൾ വൈറ്റും പിയാനോ ബ്ലാക്കും കൂടിയുള്ള ഒരു ഡ്യുവൽ ടോൺ കളറാണ്. അതിൽ നമ്മുടെ മിററിലേക്ക് വന്നു കഴിഞ്ഞാൽ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള മിറർ കൊടുത്തിരിക്കുന്നു. അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റഗ്രേറ്റഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെയായിട്ട് 360 ഡിഗ്രി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. മെറിഡിയൻ്റെ വീൽ ബേസിലേക്ക് വന്നു കഴിഞ്ഞാൽ 2752 mm ആണ് മെറിഡിയന് വീൽ ബേസ് വരുന്നത്. അപ്പോൾ ഇൻറ്റീരിയറിലെ സ്പേസ് ഒക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇനി ഇവൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 210 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഓഫ് റോഡ് പോകുമ്പോഴൊന്നും ഈ വാഹനത്തിന് അടി തട്ടില്ല എന്നുള്ളത് ഷുവറാണ്. പിന്നെ മെറിഡിയൻ്റെ റൂഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫങ്ഷണലായിട്ടുള്ളൊരു റൂഫ് റെയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഇതൊരു ഷോയ്ക്ക് വേണ്ടി വെച്ചതല്ല, നമുക്ക് വെയിറ്റൊക്കെ കയറ്റാവുന്ന രീതിയിലുള്ളൊരു ക്യാരിയറൊക്കെ അസംബിൾ ചെയ്യാവുന്ന റൂഫ് റെയിൽ തന്നെയാണിത്. ഇനി മെറിഡിയൻ്റെ ബ്രേക്കുകളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 വീലുകളിലും ഡിസ്ക് ബ്രേക്കുകളാണ്. അതും വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്കുകളാണ് ജീപ്പ് ഈ മെറിഡിയനിൽ കൊടുത്തിരിക്കുന്നത്. ഇനി മെറിഡിയൻ്റെ റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഗ്രാൻഡ് ചെറോക്കിലേക്ക് കൊടുത്തതുപോലെയുള്ള റിയർ ഡിസൈൻ തന്നെയാണ് ഈ മെറിഡിയനിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഇവിടെയായിട്ട് ടെയിൽ ലാംപ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് നല്ല രസമായിട്ടുണ്ട്. ഒരു ഐസ് ക്യൂബ്സ് ഒക്കെ എടുത്തു വെച്ച പോലെയാണ് ഇതിലെ ഓരോ എലമെൻറ്റുകൾ കണ്ടിരിക്കുന്നത്. പിന്നെ അതിന് കണക്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്രോമിയം ഫിനിഷിലുള്ളൊരു ഭാഗം കൂടെ കൊടുത്തിരിക്കുന്നു. അതിൽ ജീപ്പിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്പോയിൽ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഇതിലായിട്ടൊരു ഹൈ മൗണ്ട് ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ടൊരു പിയാനോ ഫിനിഷിൽ ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഓവർലാൻഡ് എന്ന് കൊടുത്തിരിക്കുന്നത് ജീപ്പ് മെറിഡിയൻ്റെ ടോപ്പ് ട്രിമ്മിൽ വരുന്ന വാഹനത്തിൻ്റെ പേരാണ് ഓവർലാൻഡ് എന്ന് പറയുന്നത്. ശരിക്കും ജീപ്പ് മെറിഡിയന് 4 വേരിയൻസ് ആണുള്ളത്: ലോങ്ങിറ്റ്യൂഡ് പ്ലസ്, ലിമിറ്റഡ് ആൻഡ് ഓവർലാൻഡ്. ഇത് ഓവർലാൻഡിൽ വരുന്ന 4x2 വാഹനമാണ്. ഓവർലാൻഡിൽ ഒരു 4x4 വാഹനം കൂടി ഉണ്ട്. ആ വാഹനം നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് അവൈലബിൾ ആയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ 4x2 വാഹനമായിട്ട് വന്നിരുന്നത്. ശരിക്കും ഒരു അത്യാവശ്യം ഓഫ് റോഡൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ 4x2 വാഹനം തന്നെ മതിയാകും. 4x4 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ച് തിമിർക്കാൻ പറ്റും.
പിന്നെ ഈ വാഹനത്തിൻ്റെ ബമ്പറിലേക്ക് വരാം. ബമ്പറിലേക്ക് വന്നു കഴിഞ്ഞാലും അവിടെ ഈ ക്രോമിയം ഫിനിഷുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാർക്കിംഗ് സെൻസേഴ്സുകളും ഇവിടെ ആയിട്ടൊരു അലുമിനിയം ഫിനിഷിലുള്ളൊരു സ്കിഡ് പ്ലേറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെറീഡിയൻ്റെ ബൂട്ട് സ്പേസ് എത്രയും നോക്കാം. ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ടൈൽ ഗേറ്റിലേക്ക് വരുമ്പോൾ ടൈൽ ഗേറ്റ് ഒരു പവേർഡ് ടൈൽ ഗേറ്റാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പവേർഡ് ആയിട്ട് വരും. 2 വലിയ സ്ട്രട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ, അതായത് തേർഡ് റോ സീറ്റ് നിവർത്തിയിട്ടിരിക്കുന്ന കണ്ടീഷനിൽ ഇതിൽ ഒരു 70 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ക്യാമറ ആക്സസറി ബാഗിലോട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഈ 2 സീറ്റുകളും റിക്ലൈൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ 480 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസാണ് മെറിഡിയനിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് 5 പാസഞ്ചേഴ്സ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ 450 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ഇങ്ങനെ കിട്ടും. ഇനി സീറ്റ് നിവർത്തിയിട്ട് കഴിഞ്ഞാൽ 70 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് പവേർഡ് ടൈൽ ഗേറ്റ് വലിച്ചടക്കേണ്ട ആവശ്യമില്ല. അതിനായിട്ട് ഇവിടെ ഒരു ടൈൽ ഗേറ്റിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ആക്സസ് ചെയ്ത ആ സ്വിച്ചിൽ തൊട്ട് തന്നെ നമ്മൾ ടൈൽ ഗേറ്റ് അടയ്ക്കുകയാണ്. അപ്പോൾ ടൈൽ ഗേറ്റ് അടഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മളെ തട്ടിയ പോലെ ഒരു ഫീലിംഗ് ഉണ്ടായാൽ അത് റിട്ടേൺ പോകും. അപ്പോൾ അങ്ങനെ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സും ജീപ്പ് മെറിഡിയനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ടൈൽ ഗേറ്റ് അടച്ചിട്ട് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. വണ്ടി ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഈ ജീപ്പ് മെറിഡിയൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ അതിലേക്ക് കയറിയിരിക്കാം. ആ സൗണ്ട് ശ്രദ്ധിച്ചോ? നമ്മുടെ ആ ബിൽഡ് ക്വാളിറ്റിയെ എടുത്ത് പറയാവുന്ന ഒരു ടക്ക് സൗണ്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി നമ്മൾ സീറ്റിലേക്ക് കയറിയിരുന്നു കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് ഒരു ഫുള്ളി ലെതേർഡ് സീറ്റാണ് ഈ ജീപ്പ് മെറിഡിയനിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഡ്രൈവറിൻ്റെയും കോ പാസഞ്ചറിൻ്റെയും സീറ്റ് എന്ന് പറയുന്നത് വെന്റിലേറ്റഡ് സീറ്റുകളാണ്. അതിൽ ഡ്രൈവറിൻ്റെ സീറ്റുകൾ, കോ പാസഞ്ചർ സീറ്റുകളും 12 ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ സീറ്റുകളാണ്. ഇനി നമുക്ക് ഇവൻ്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരാം. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ ഒരു ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നടുവിലായിട്ട് ജീപ്പിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. വശങ്ങളിലായിട്ട് ഇവിടെ ക്രൂയിസ് കൺട്രോളിൻ്റെ സെറ്റിങ്സുകളും ഇവിടെ കോള്, വോളിയം, മറ്റു കാര്യങ്ങളൊക്കെ കൺട്രോളുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു അലുമിനിയം ഫിനിഷുള്ള ഭാഗങ്ങളും ജീപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെറിഡിയൻ്റെ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെതർ റാപ്പിഡുള്ള ഡാഷ്ബോർഡാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സോഫ്റ്റ് ലെതറാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നടുവിലായിട്ട് അൽക്കൻഡാറ മെറ്റീരിയലിൻ്റെ ഒരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല പ്രീമിയം ലുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് ഒരു കോപ്പർ ഫിനിഷുള്ള സ്ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നടുവിലായിട്ട് ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു 10.1 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് കൺട്രോളർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കത് ഓണാക്കാം. അപ്പോൾ നമ്മുടെ മെറിഡിയൻ സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. ജീപ്പിൻ്റെ തോന്നുന്നു. ഇപ്പോൾ നമുക്ക് എന്തായാലും കളയാം. അപ്പോൾ ഇതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം തന്നെ വയർലെസ് ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് സീറ്റ് വെന്റിലേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് സീറ്റ് വെന്റിലേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ. ഇപ്പോൾ മാക്സിമത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ AC-യുടെ ബ്ലോവർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ കൺട്രോൾ ചെയ്യാം. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് കൺട്രോളുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഡീഫോഗർ, AC-യുടെ ഓൺ ഓഫ് ബട്ട്, റീസർക്കുലേഷൻ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ജീപ്പ് മെറിഡിയനിൽ വന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഒരു 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ആക്സസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ജീപ്പ് മെറിഡിയൻ്റെ ഫോട്ടോയിൽ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വരും സറൗണ്ട് ക്യാമറ, റിയർ ക്യാമറ. ഇപ്പോൾ സറൗണ്ട് ക്യാമറ എടുത്തു കഴിഞ്ഞാലാണ് 360 ഡിഗ്രി ക്യാമറ ആക്റ്റീവ് ആവുക. ഇപ്പോൾ നമ്മുടെ മെറിഡിയൻ്റെ 360 ഡിഗ്രി വ്യൂ ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ റിയർ വ്യൂ ഇവിടെ കാണാം. നമുക്ക് റിയറിൽ ഒന്നുകൂടി വൈഡ് ആംഗിൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണാം. ഇനി ഫ്രണ്ട് വൈഡ് ആംഗിൾ ഇതുപോലെയാണ്. ഫ്രണ്ടിലെ നോർമൽ വ്യൂ, പിന്നെ റിവേഴ്സ് ക്യാമറയുടെ വ്യൂ ഇങ്ങനെയാണ്. പിന്നെ നമുക്കിങ്ങനെ ക്ലോസ് ചെയ്ത് കളയാം. പിന്നെ മെറിഡിയനിൽ നമ്മൾ ഡാഷ്ബോർഡിൽ പറയുമ്പോൾ ഒരു ഗ്ലൗ ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഗ്ലൗ ബോക്സാണ്. നമ്മുടെ ഫോണ്, വാലറ്റ്, പേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വയ്ക്കാം. അതുപോലെ ഈ ആംറസ്റ്റിൻ്റെ താഴെയും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡെപ്ത് ഉള്ളൊരു സ്റ്റോറേജ് സ്പേസാണ് ഈ ആംറസ്റ്റിൻ്റെ താഴെയും കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 കപ്പ് ഹോൾഡേഴ്സും ഒരു ഫോൺ ഹോൾഡറും കൂടിയുള്ളൊരു ഭാഗമാണ് ഈ മെറിഡിയൻ്റെ സെൻട്രൽ ടണലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 10.2 ഇഞ്ചിൻ്റെ വലിയൊരു ഹൈ കോൺട്രാസ്റ്റ് MID അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ജീപ്പ് മെറിഡിയനിൽ കൊടുത്തിരിക്കുന്നത്. അതിലിപ്പോൾ ഒരു വാണിംഗ് കിടക്കുന്നുണ്ട്. അത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. റിയർ ടയറിൽ ഒരു 2.0 പ്രഷർ കുറവുണ്ട്. അതൊരു ഇൻഡിക്കേഷനായിട്ട് TPMS-ൽ കിട്ടുന്നതാണ്. പിന്നെ മറ്റ് കൺട്രോളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് എന്തായാലും പറയാം. ഇനി നമുക്ക് ഡോറിലേക്ക് വരാം. ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് പവർ വിൻഡോൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ ഈ റിയർ വ്യൂ മിറർ എന്ന് പറയുന്നത് ഓട്ടോ ഫോൾഡ് ഉള്ള റിയർ വ്യൂ മിററാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സീറ്റിന് മെമ്മറി ഫങ്ഷൻസും
നമ്മുടെ ജീപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഹെഡ് ലാംപ്സിൻ്റെ കൺട്രോളർ എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഓട്ടോ ഫംഗ്ഷനോടെയുള്ള ഹെഡ് ലാംപ്സ് ആണ്. അതായത് ഓട്ടോ ഹെഡ് ലാംപ്സും ഓട്ടോ വൈപ്പേഴ്സും എല്ലാം തന്നെ ഈ ജീപ്പ് മെറിഡിയനിൽ ജീപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ജീപ്പിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആൽപൈൻ പവേർഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ് നമ്മുടെ ജീപ്പ് മെറിഡിയനിൽ ജീപ്പ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോർ പോക്കറ്റിലേക്ക് വരുമ്പോൾ നല്ല അത്യാവശ്യം സ്പേസുള്ള ഡോർ പോക്കറ്റുകളും ആംറസ്റ്റുകളും നല്ല പ്രീമിയം ലുക്കുള്ള കളേഴ്സുമാണ് ജീപ്പ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ 24 മോഡലാണെന്ന് പറഞ്ഞു. 24 മോഡലിലെ സീറ്റിൻ്റെ കളറുകൾ വരുന്നത് ഇങ്ങനെയാണ്. പക്ഷേ 25 മോഡലിൽ ഇതിനും പ്രീമിയം ആയിട്ടുള്ള സീറ്റുകളാണ് വന്നിരിക്കുന്നത്. ഞാൻ അത് കാണിച്ചു തരാം. നമുക്ക് 25 മോഡലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അത് കാണിച്ചു തരാം. പിന്നെ ഈ കാണുന്നത് മെറിഡിയനിൽ കൊടുത്തിരിക്കുന്ന 9 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഗിയർ ബോക്സിൻ്റെ ലിവറുകളാണ് കണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇവിടെയായിട്ട് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കുകളും കൊടുത്തിരിക്കുന്നത്. നമുക്ക് മാനുവലായിട്ട് അല്ലെങ്കിൽ മെക്കാനിക്കൽ പിടിക്കാവുന്ന പാർക്കിംഗ് ബ്രേക്ക് ഇല്ല, ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് പോലെയാണ് ജീപ്പിൻ്റെ കീ ഫോബ് വരുന്നത്. അതിൽ ജീപ്പിൻ്റെ ഒരു എംബ്ലംസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് ബൂട്ടിൻ്റെതും അൺലോക്ക് ലോക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു കീ ഫോബ് തന്നെയാണ് ജീപ്പ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഹോൾഡ് ചെയ്യാനും കീപ്പ് ചെയ്യാനൊക്കെ നല്ല സൗകര്യപ്രദമായിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് പറയുന്നത് ഈ കാണുന്നത് ഒരു വയർലെസ് ചാർജിങ് ആണ്. ഇപ്പോൾ നമുക്ക് വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യാം. പിന്നെ ഇവിടെ വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യാം. പിന്നെ ഇവിടെ സി ടൈപ്പും ഒരു എ ടൈപ്പും പോർട്ടുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മെറിഡിയൻ്റെ സെക്കൻഡ് റോയിലേക്ക് കടന്നിരിക്കാം. സെക്കൻഡ് റോയിലേക്ക് കടന്നിരുന്ന് കഴിയുമ്പോൾ വളരെ തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് ഈ സെക്കൻഡ് റോയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയായിട്ട് ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്, 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിന് 3 ഹെഡ് റെസ്റ്റുകളാണ് ഈ സെക്കൻഡ് റോയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ആൾക്ക് നല്ല ഇതിൽ തന്നെ, അപ്പോൾ എന്നെ പോലെയുള്ള 3 ആൾക്കൊക്കെ ഇവിടെ ലാവിഷായിട്ടിരിക്കും. ഇവിടെ നിന്ന് ആർമതിച്ചിരിക്കാവുന്ന രീതിയിലുള്ള സ്പേസ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഐസോഫിക്സ് ചൈൽഡ് സീറ്റുകളും 3 സീറ്റിലുള്ള ആൾക്കാർക്കും സീറ്റ് ബെൽറ്റുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. അതായത് ജീപ്പ് മെറിഡിയനിൽ ഒരു പനോരമിക് സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോയിലും സെക്കൻഡ് റോയിലും ഒക്കെ ഇരിക്കുന്നവർക്ക് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഈ പനോരമിക് സൺറൂഫ് വഴി നമുക്ക് കിട്ടും. അതിൻ്റെ ലൈനിങ്സ് ഒക്കെ ഇവിടെയാണ്, അത് അവിടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ മുകളിൽ റൂഫിലായിട്ടൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് അവിടെ ഇൻസൈഡ് റിയർ വ്യൂ മിററുകൾ കാണാൻ സാധിക്കും. പിന്നെ മെറിഡിയൻ്റെ സെക്കൻഡ് റോയിലേക്ക് വേണ്ടിയിട്ടുള്ള AC വെൻറ്റുകളാണ് ഇവിടെ കാണുന്നത്. ഇവിടെയായിട്ട് ഫ്രണ്ട് റോയിലേക്കുള്ള ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറകിലായിട്ടാണ് AC വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് കൺട്രോളുകളൊന്നും തന്നില്ല. പക്ഷേ തേർഡ് റോയിലേക്ക് വരുമ്പോൾ ACക്ക് കൺട്രോളുകളും ജീപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തേർഡ് റോയിലേക്ക് ഒന്ന് കടന്നിരിക്കാം. അപ്പോൾ തേർഡ് റോയിൽ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് തേർഡ് റോയിലെ സ്പേസ് ഒക്കെ വരുന്നത്. നമുക്ക് തേർഡ് റോയിലേക്ക് കടന്നിരിക്കാം. അപ്പോൾ നമുക്ക് മെറിഡിയൻ്റെ തേർഡ് റോയിലേക്ക് കിടക്കാം. തേർഡ് റോയിലേക്ക് കിടക്കുന്ന പ്രൊസീജിയർ ഇങ്ങനെയാണ്. നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്യുന്നു, പിടിച്ച് മറിച്ചിടുന്നു. അപ്പോൾ ഇങ്ങനെ മറിഞ്ഞിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡൾട്ടായിട്ടുള്ള ആൾക്ക് കിടക്കണമെങ്കിൽ ഇതുപോലെ ആയിരിക്കും. ഇതുപോലെ കടന്നിട്ട് ഇങ്ങനെ ആയിരിക്കും. ഞാനിപ്പോൾ 5'10" ഹൈറ്റുള്ള ആളാണ്. അപ്പോൾ എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5'10" 5 അടി 10 ഇഞ്ചാണ് എൻ്റെ ഹൈറ്റ്. അപ്പോൾ എനിക്ക് ഒരു സ്പേസ് വരുന്നത് ഇങ്ങനെയാണ്. ഏകദേശം ഒരു 60 ഡിഗ്രിയിലൊക്കെ ഞാൻ ഇരിക്കുന്നത്. പക്ഷേ ഒരു ചിൽഡ്രൻസിന്, അതായത് കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ ഇരിക്കാവുന്ന സീറ്റായിട്ടാണ് ജീപ്പ് ഈ വാഹനത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അഡൾട്ട് ഇരുന്നിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ ഈ തേർഡ് റോയിൽ ACക്ക് കൺട്രോളുകളും കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെയാണ് ACയുടെ കൺട്രോളുകളൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ജീപ്പ് മെറിഡിയൻ്റെ തേർഡ് റോ എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അത്ര ടാസ്ക് എന്നൊന്നും പറയാനില്ലെങ്കിലും ഒരു അഡൾട്ടിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന തേർഡ് റോ സീറ്റുകളല്ല മെറിഡിയനിലുള്ളത്. അപ്പോൾ നമുക്ക് സീറ്റുകൾ മടക്കാം. ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഇവൻ്റെ പെർഫോമൻസും സസ്പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. സസ്പെൻഷനിലൊരു സ്പെഷ്യലായിട്ടൊരു കാര്യം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ മെറിഡിയനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. മെറിഡിയനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇവൻ്റെ പവർ തന്നെയാണ്. ഇവൻ്റെ എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 ലിറ്റർ മൾട്ടി ജെറ്റ് എഞ്ചിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 170 PS പവറും 350 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ 9 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് കൂടി ആകുമ്പോൾ ഇവൻ്റെ ഡ്രൈവിങ് ഭയങ്കര ഫണ്ണായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവൻ്റെ വിസിബിലിറ്റിയുടെ കാര്യത്തിലേക്കും സീറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഒരു കമാൻഡിങ് സീറ്റിംഗ് പോസ്റ്ററാണ് നമ്മുടെ മെറിഡിയനിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലെ വിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനപ്പുറത്തിരിക്കുന്ന പോലെ ഭയങ്കര വിസിബിലിറ്റിയാണ് ഇതിൽ കിട്ടുന്നത്. ഒരു നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും നല്ല വലുപ്പമുള്ള SUV ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫീലാണ് ഇവനെ ഓടിക്കുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു സിഗ്നലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ സിഗ്നലിൽ എത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഈ വാഹനത്തിൽ ഓട്ടോ ഓഫ് സ്റ്റാർട്ട് ആയിട്ടൊരു ഫംഗ്ഷൻ ഇതിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ കൂടുതൽ നേരം സിഗ്നലിൽ വണ്ടി ഐഡിലിംഗ് എടുക്കുമ്പോൾ ഇവൻ്റെ എഞ്ചിനോട് ഓഫായി കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി എടുക്കേണ്ട സമയമായി വരികയാണെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ആക്സിലേറ്റർ പെഡലിലൊന്ന് ചവിട്ടുക, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഒന്ന് ഇങ്ങനെ വെട്ടിച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ വീണ്ടും സ്റ്റാർട്ടായിട്ട് നമുക്ക് പോകാവുന്ന രീതിയിൽ അവനൊന്ന് ഒരുങ്ങും. അപ്പോൾ അതാണ് ഈ കാണുന്ന എ എന്ന് പറയുന്ന സ്വിച്ച്. അപ്പോൾ അതിൻ്റെ സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ മെറിഡിയൻ്റെ സ്റ്റിയറിംഗിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒരു ഡൈനാമിക് ടോർക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് കർവുകൾ എടുക്കുമ്പോഴും ഹൈ സ്പീഡിൽ പോകുമ്പോഴും നല്ല സ്റ്റെബിലിറ്റിയും കൺട്രോളും കൊടുക്കുന്ന ഒരു സ്റ്റിയറിംഗ് വീൽ ഫംഗ്ഷനാണ് ജീപ്പ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജീപ്പ് മെറിഡിയൻ്റെ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻ്റ്ലി സെലക്റ്റീവ് ഡാമ്പിംഗ് സസ്പെൻഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതും 4 ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റിയും അതുപോലെ കംഫർട്ടും നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഹൈ സ്പീഡിലായാലും അത് ലോ സ്പീഡിലായാലും കുറച്ച് ഓഫ് റോഡ് ടെറൈനിലായാൽ പോലും നല്ല സ്റ്റെബിലിറ്റിയും കംഫർട്ടാണ് ഈ വാഹനത്തിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A to Z സേഫ്റ്റി ഫീച്ചറുകൾ ഈ വാഹനത്തിലുണ്ട്. നമ്മൾ എന്താ പറയുക, മറ്റേ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള ഫീച്ചറുകൾക്ക് പുറമെ സേഫ്റ്റി ഫീച്ചറുകളിലാണ് ജീപ്പ് കൂടുതലും എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡായിട്ട് വന്നിട്ടുണ്ട്. ഹിൽ ഹോൾഡ്, ABS, EBD, കോർണറിങ് ABS എല്ലാ കാര്യങ്ങളും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഓടിക്കുന്നത് 2024 മോഡലാണ്. 2025 മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ അഡാസ് ലെവൽ 2 ഫീച്ചറുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വാഹനത്തിൻ്റെ വിഷ്വൽസൊക്കെ നമുക്ക് കാണിച്ചു തരാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഷോറൂമിൽ എത്തിക്കഴിഞ്ഞാൽ അത് കാണിച്ചു തരാം. അപ്പോൾ ഇവൻ്റെ ഡ്രൈവബിലിറ്റി അതുപോലെ സ്റ്റെബിലിറ്റി, പവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. നല്ല പവറും ഡ്രൈവബിലിറ്റിയും സ്റ്റെബിലിറ്റിയും ഒക്കെ നമ്മുടെ ജീപ്പ് മെറിഡിയൻ എന്ന് പറഞ്ഞ വാഹനം കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ കാണിച്ചു തന്നില്ലേ വാഹനത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ സ്ക്രാച്ചസും ഡെൻസും ഒക്കെ. അതെന്ന് പറയുന്നത് ജീപ്പ് ഈ വാഹനത്തെ ഒരു റോഡ് റൈഡ് അല്ലെങ്കിൽ റോഡ് ടെസ്റ്റ് മാത്രമല്ല കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ഓഫ് റോഡ് ടെറൈനിൽ പോലും പുതുതായിട്ട് വാങ്ങാൻ പോകുന്ന കസ്റ്റമേഴ്സിന് ഓടിച്ചു നോക്കാനുള്ള സൗകര്യം ജീപ്പ് ഒരുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗങ്ങളായിട്ടാണ് ഈ വാഹനത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സ്ക്രാച്ചസും ഡെൻസൊക്കെ വന്നിരിക്കുന്നത്. അതായത് ഈ ജീപ്പ് മെറിഡിയൻ എന്ന വാഹനത്തിൻ്റെ ഫുൾ പൊട്ടൻഷ്യലും വാങ്ങാൻ പോകുന്ന ആൾ അറിയണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ ജീപ്പ് എന്ന ബ്രാൻഡ് അല്ലെങ്കിൽ EVM ജീപ്പ് എന്ന ഈ ഡീലർഷിപ്പുകാർ ഇങ്ങനെ ഓഫ് റോഡ് ടെറൈനുകളിൽ പുതിയ കസ്റ്റമേഴ്സിന് ഓടിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ ജീപ്പ് മെറിഡിയനെ കുറിച്ച് ഒരു കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പവർഫുള്ളായിട്ടുള്ള നല്ല ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി ഉള്ള നല്ല കമാൻഡിങ് പൊസിഷനിൽ ഇങ്ങനെ ആനപ്പുറത്തിരുന്ന് പോയി ഓടിച്ചു പോകുന്ന രീതിയിലുള്ളൊരു ഡ്രൈവിങ്ങും സ്റ്റെബിലിറ്റിയും സസ്പെൻഷനൊക്കെയാണ് ഈ ജീപ്പ് മെറിഡിയൻ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി ഏറ്റവും പുതിയ 2025 മോഡൽ മെറിഡിയൻ ഷോറൂമിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാണിച്ചു തരാം. നമ്മൾ ഇത്രയും നേരം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് 2024 മോഡൽ മെറിഡിയനാണ്. അപ്പോൾ ഈ കിടന്നതാണ് 2025 മോഡൽ മെറിഡിയൻ. ഈ വാഹനത്തിൻ്റെ എഞ്ചിനോ ഡിസൈനിനോ ഒന്നിനും ഒരു വ്യത്യാസമില്ല. ഒരു അഡാസ് ലെവൽ 2 ഫംഗ്ഷനുകൾ ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഇൻറ്റീരിയറിലെ ലെതറിൻ്റെ കളറുകളിലും കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറുകളും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ 2025 മോഡൽ മെറിഡിയൻ വന്നപ്പോൾ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ടുപ്പല്ലോ എന്നൊരു കളറാണ് ഇതിൻ്റെ സീറ്റുകൾക്ക് വന്നിട്ടുള്ളത്. അതിൽ ഓവർലാൻഡ് എന്നുള്ള ആ ട്രിമ്മിൻ്റെ പേരും അതിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ ബ്രൈറ്റും എന്നാൽ വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള കളറാണ് നമ്മുടെ മുൻപുള്ള ഈ മെറിഡിയനിൽ നിന്നും ഈ 2025 മോഡൽ മെറിഡിയനിലേക്ക് വന്നപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അഡാസ് ലെവൽ 2 ഫീച്ചറുകളും ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. അതിൽ മെക്കാനിക്കൽ ഭാഗങ്ങളിലോ ബാക്കി ഭാഗങ്ങളിലൊന്നും വ്യത്യാസങ്ങൾ ഈ മെറിഡിയനിൽ വന്നിട്ടില്ല. ജീപ്പ് മെറിഡിയൻ്റെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ 32.5 ലക്ഷം രൂപയിലാണ് ജീപ്പ് മെറിഡിയൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വേരിയൻ്റ് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ലോങ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. ഇത് 5 സീറ്റർ വേരിയൻ്റാണ്. ലോങ്നിറ്റ്യൂഡ് പ്ലസ് തൊട്ട് ഓവർലാൻഡ് വേരിയൻ്റ് വരെയാണ് ഈ വാഹനത്തിന് 7 സീറ്റർ വേരിയൻറ്റുകൾ കിട്ടുന്നത്. അതിൽ ഓവർലാൻഡ് വേരിയൻറ്റിലും ലിമിറ്റഡ് വേരിയൻറ്റിലും 4x4 വാഹനങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓവർലാൻഡ് വേരിയൻറ്റിൻ്റെ 4x4 ടോപ്പ് വേരിയൻറ്റിൽ വരുമ്പോൾ 49 ലക്ഷം രൂപയാണ് ഇപ്പോൾ കറൻ്റ്ലി ഈ വാഹനത്തിന് പ്രൈസ് വരുന്നത്. പിന്നെ ഈ GST റീഫോംസ് വഴി 50% ഉണ്ടായിരുന്ന GST 40%-ലേക്ക് സെപ്റ്റംബർ 22 ശേഷം കുറയാൻ പോവുകയാണ്. അപ്പോൾ സെപ്റ്റംബർ 22 ശേഷം ആ GSTയിലുണ്ടായ 10% കുറവ് ജീപ്പ് കസ്റ്റമേഴ്സിന് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ജീപ്പ് മെറിഡിയനെ കുറിച്ചുള്ള ഒരു റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. ബൈ.